മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം സപ്തമോധ്യായ ഏഴാമത്തെ അധ്യായം. ശ്രീഭഗവാനുവാച യത് അർത്ഥമം മഹാഭാഗ തച്ചികിത്സിതമേവ മേ ബ്രഹ്മാ ഭവോ ലോകപാല സ്വർവാസം മേഭികാംക്ഷിണ. ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങുകയാണ്. ഏ ഉദ്ധവ, മഹാഭാഗനായിട്ടുള്ള ഉദ്ധമ, അങ്ങ് എന്നോട് പറയണ്ടായില്ലേ, അതെല്ലാം വാസ്തവമാണ്. കാരണം എൻ്റെയും ആഗ്രഹം അതുതന്നെയാണ്. എന്താണ്? ബ്രഹ്മാവ്, പരമേശ്വരൻ, മറ്റുള്ള ലോകപാലന്മാരെല്ലാവരും എന്നെ വന്ന് കണ്ടിരുന്നു. അവർക്കെല്ലാവർക്കും ഞാൻ തിരിച്ച് സ്വർഗലോകത്തിലേക്ക് തന്നെ പോകണം എന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം. മയാ നിഷ്പാദിതം ഹ്യത്ര ദേവകാര്യമശേഷത യഥർത്ഥമവതീർണോഹം അംശേന ബ്രഹ്മണാർത്ഥിത. ബ്രഹ്മാവിനാൽ അഭ്യർത്ഥിക്കപ്പെട്ടിട്ട് ഞാൻ അംശേന, എൻ്റെ അംശത്തോടുകൂടി, അതായത് എൻ്റെ അംശമായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനായിട്ട് അനന്തൻ്റെ അംശമായിട്ടുള്ള ബലരാമനോട് കൂടിയിട്ട് ഞാൻ ഭൂമിയിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവതരിച്ചു, ദേവകാര്യങ്ങൾ, അതെല്ലാം അശേഷത നിഷ്പാദിതം മയ, അതെല്ലാം ഞാൻ വേണ്ട രീതിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെയോ കുലം വൈ ശാപനിർദഗ്ധം നങ്ഷ്യന്യന്യോന്യ വിഗ്രഹൽ സമുദ്ര സപ്തമേന്യേതാം പുരിം ച പ്ലാവയിഷ്യതി. ആ ബ്രാഹ്മണ ശാപത്തിൻ്റെ കാരണം കൊണ്ട് തന്നെത്താൻ നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുലമുണ്ടല്ലോ, അതും അന്യോന്യ വിഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ തല്ലിയിട്ട് നശിക്കും. അധികം വൈകാണ്ട് തന്നെ പറയുകയാണ്. ഇന്നൊക്കെ ഏഴാമത്തെ നാള് എന്തുണ്ടാവും? സമുദ്രം വന്നിട്ട് ഈ പുരിയെ, നമ്മുടെ ദ്വാരകയെ മുഴുവൻ അങ്ങനെ അങ്ങോട്ട് മുക്കും. യഥേവായം മയാത്യക്തോ ലോകോയം നഷ്ടമംഗള ഭവിഷ്യത്യജിരാൽ സാധോ കലിനാഭിനിരാകൃത. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു വെച്ചാൽ മയാത്യക്തോ, ഈ ലോകം നഷ്ടമായി, ഈ ലോകത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നഷ്ടപ്രായമായിത്തീരും. അപ്പോഴോ ഭവിഷ്യത്യജിരാൽ സാധോ, അപ്പോഴേക്ക് എന്തുണ്ടാവും? ഞാൻ പോയി കഴിഞ്ഞു വെച്ചാലോ കലി വന്നിട്ട് വേഗം വന്നിട്ട് ഈ ഭൂമിയിലുള്ള ജനങ്ങളെ മുഴുവൻ അതിൽ ആക്രമിക്കുക ചെയ്യുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നവസ്തവ്യം ത്വയൈവേഹ മയാത്യക്തേ മഹീതലേ ജനോധർമ്മരുചിർഭദ്ര ഭവിഷ്യതി കലോ യുഗേ. അതുകൊണ്ട് ഹേ ഭദ്ര, അങ്ങ് ഭദ്രനാണ്, നേരത്തെ വിളിച്ചു, സാധോ നല്ല സത്തുക്കളിൽ ഒരാളാണ്. അതുകൊണ്ട് അങ്ങ് ഇനി ഈ ഭൂമിയിൽ ഇവിടെ ഞാൻ പോയി കഴിഞ്ഞു വെച്ചാൽ ഇവിടെ വസിക്കരുത് എന്ന് പറയുകയാണ്. കാരണം ഈ ഭൂമിയിൽ ജനങ്ങൾക്ക് മുഴുവൻ ഈ കലി ബാധിച്ചിട്ട് എല്ലാവർക്കും അധർമ്മങ്ങളിൽ ഇങ്ങനെ രുചി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനഃ സമ്യക് സമദൃഗ്വിചരസ്വകം. അതുകൊണ്ട് ആ തൻ്റെ സ്വജനങ്ങളിലും ബന്ധുക്കളിലൊക്കെയുള്ള ആ സ്നേഹം ഉണ്ടല്ലോ, അതെല്ലാം ത്യജിച്ചിട്ട് പരിത്യജിച്ചിട്ട് എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് എപ്പോഴും എന്നിനെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് ആ സാമുദ്രിക എല്ലാറ്റോടും സമഭാവത്തോടു കൂടി, ആരോടും പ്രത്യേക സ്നേഹമോ പ്രത്യേക ദേഷ്യമോ ഒന്നുമില്ലാണ്ട് അങ്ങനെ സമഭാവനയോട് കൂടിയിട്ട് ദുഃഖങ്ങളെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ അങ്ങനെ ചുറ്റി നടക്കുമെന്ന് പറയുകയാണ്. യതിതം മനസാ വാച ചക്ഷുഭ്യം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധിമായാമനോമയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇതിൽ ആലോചിച്ച് മനസ്സിലാക്കണം. എന്താണ് ഈ കാണുന്നതെല്ലാം കാണുന്നത് എങ്ങനെ? മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട്, വാക്കുകളെ കൊണ്ട് പറയുന്നതായിട്ട്, ചെവി കൊണ്ട് കേൾക്കുന്നതായിട്ട്, അതുമാതിരി കണ്ണുകൾ കൊണ്ട് കാണുന്നതായിട്ട്, ഈ നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളായിട്ട് കാണുന്ന എല്ലാ വസ്തുക്കളും നശ്വരം ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിൻ്റെ സങ്കല്പങ്ങളാണെന്നും അത് വെറും മായയാണെന്നും ഉറപ്പിക്കുക. പുംസോ യുക്തസ്യ നാനാർത്ഥോ ഭ്രമ സ ഗുണദോഷഭാഗ് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷതിയോഭിതാ. ആ ഒരു പുരുഷന്, അയുക്തനായിട്ടുള്ള പുരുഷൻ, അതായത് ഈ വേണ്ട രീതിയിൽ ചിന്തിച്ചിട്ട് മനസ്സിനെ തൻ്റെ കീഴിൽ കൊണ്ടുവരാത്ത ആളുകളെയോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വരും. ഈ ഇതിലെ നാനാർത്ഥതെല്ലാം ധാരാളം പലതായിട്ട് കണ്ടുകൊണ്ട് ആ ഭ്രമം, അതൊരു ഭ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഭ്രമം വരുമ്പോൾ എന്തുണ്ടാവും? ഗുണം ദോഷം എന്നുള്ള ഭാവങ്ങൾ ചെന്ന് ഇന്ന ചെയ്താൽ ഗുണം, ഇന്ന
ദോഷം എന്നുള്ള ആ ചിന്തകളൊക്കെ വരുന്നതാണ് ഈ നാനാർത്ഥം ഇതെല്ലാം പലതായിട്ട് കാണുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ കർമ്മം, അകർമ്മം, വികർമ്മം എന്നുള്ള വേദത്തിൽ പറയുന്ന രീതികളുണ്ട്. അതായത് വേദവിധിയായിട്ടുള്ളതൊക്കെ കർമ്മങ്ങൾ, വേദത്തിൽ വിധിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക അത് അകർമ്മം, വേദനിഷിദ്ധകളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതെ വികർമ്മം. ഇങ്ങനെ ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗുണം ദോഷം എന്നുള്ള ആ ഭേദബുദ്ധി ഉള്ളതുകൊണ്ടാണ് അതൊക്കെ വരുന്നത്. അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇതെല്ലാം പ്രപഞ്ചം പലതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ വരിക. എന്നാൽ തസ്മാൽ യുക്തേന്ദ്രിയഗ്രാമോ യുക്ത ഇത്ത ഇതം ജഗൽ ആത്മനിക്ഷസ്വവിതം ആത്മാനം മയ്യധീശ്വരേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെയൊക്കെ അതീന്ദ്രിയങ്ങളുടെ കൂട്ടത്തിൽ, ഇന്ദ്രിയഗ്രാമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിനേക്കാൾ ഒതുക്കണം മെല്ലെ മെല്ലെ. ഇന്ദ്രിയങ്ങൾ എങ്ങനെ എപ്പോഴും പുറത്തേക്ക് വിഷയങ്ങളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക. അതിനെയൊക്കെ പിൻവലിച്ച് തൻ്റെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് പോക്കാണ്ട് കഴിയും. അങ്ങനെ പുറത്തേക്ക് പോക്കി കഴിഞ്ഞാലോ യുക്ത ചിത്ത, മനസ്സിനെ ഒതുക്കാൻ പഠിക്കണം. മനസ്സിനെ ഒതുക്കി കഴിഞ്ഞാലോ ഇതം ജഗൽ ആത്മനി ഈക്ഷസ്വ. അപ്പം മനസ്സിലാവും ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ്, എൻ്റെ വെറും സങ്കല്പമായിരുന്നു പ്രപഞ്ചം എന്ന് മനസ്സിലാവും കേട്ടോ. അതാണ് ആത്മനീക്ഷസ്വ വിതതമാത്മാനം മയ്യധീശ്വരൻ. എന്നാൽ ഈ ചെറുതായിട്ടുള്ള ഈ ആത്മാവിലാണോ പ്രപഞ്ചമുള്ളത്? അതല്ല. ഈ ആത്മാനം എന്താണ്? വിതതം മയ്യധീശ്വര. ഈ ആത്മാവ് എന്താണ് യഥാർത്ഥത്തിൽ? ഞാനായിരിക്കുന്ന ഈശ്വരനായിട്ടുള്ള അടിസ്ഥാനത്തിൽ, അതായത് ഈശ്വരൻ തന്നെയാണ് ഈ ആത്മാവ് എന്നുള്ള ആ ബോധം വരിക. അതിലുള്ള വെറും വികല്പങ്ങളാണ് ഈ കാണുന്നില്ല എന്ന് ഉറപ്പിക്കുക. അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാലോ ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണം ആത്മാനുഭവദുഷ്ടാത്മാ നന്ദരായൈർവിഹന്യസേ. അങ്ങനെയുള്ള ഈ അറിവ്, ജ്ഞാനം, അത് വിജ്ഞാന സംയുക്ത, അത് അനുഭവത്തിൽ വരണം. ജ്ഞാനവും വിജ്ഞാനമായിട്ടുള്ള വ്യത്യാസം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക, അതാണ് ജ്ഞാനം. അതിനെ നമ്മളെങ്ങനെ അനുഭവത്തിൽ വരിക? അപ്പോൾ ഉദാഹരണം പറയുക വെച്ചാൽ തീയിന് ചൂടുണ്ട്, അതൊരു ജ്ഞാനമാണ്, അറിവാണ്. പക്ഷെ അത് നമ്മൾ ശരിക്കും കൈ പൊള്ളി കഴിഞ്ഞാണ്ടല്ലോ അത് അനുഭവം ഉണ്ടാവും. അല്ലെങ്കിൽ വിദ്യുത് ശക്തി, കറണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നുള്ളത്, തൊട്ട് ഷോക്ക് അടിച്ചുള്ള ആൾക്കാർക്ക് അറിയാം എന്താണത് എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ അനുഭവജ്ഞാനത്തിനാണ് വിജ്ഞാനം എന്ന് പറയാം. അപ്പം ജ്ഞാനവും വിജ്ഞാനവും കൂടി സംയുക്തനായി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആത്മഭൂതനായിട്ട്, എല്ലാ ജീവികൾക്കും ആത്മഭൂതനായിട്ട് അതെല്ലാം താനാണ്, ആത്മാവ് ഒന്ന് തന്നെയാണെന്ന ഭാവത്തിൽ എന്തുണ്ടാവും? ആ ആത്മാവിലെ അനുഭവം കൊണ്ട് വേറെ ദുഃഖവും വിഷമവും ഒന്നുമില്ലാണ്ട് ആത്മാനുഭവ തുഷ്ടാത്മ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ വന്ന ഒരാൾക്കുണ്ടല്ലോ നാന്തരായൈർവിഹന്യസേ. പിന്നെ അയാൾക്ക് ജീവിതത്തിൽ തടസ്സങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. വിഘ്നങ്ങളൊക്കെ വന്നാൽ തന്നെ ഒരു പരിഭ്രമം ഉണ്ടാവില്ല. ദോഷബുദ്ധ്യോപയാതീതോ നിഷേധന്ന നിവർത്തതേ ഗുണബുദ്ധ്യാച വിഹിതം നകരോതി യദർഭക. പിന്നെ അങ്ങനെയുള്ള ഒരവസ്ഥയിലെത്തിയിട്ടുള്ള ഒരു ജ്ഞാനിയുടെ അല്ലെങ്കിൽ യഥചിത്തായിട്ടുള്ള ആത്മാവിൻ്റെ പ്രവൃത്തികളൊക്കെ എങ്ങനെയുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഈശ്വരൻ്റെ കൽപ്പിതം മാതിരി അങ്ങനെ ഒരു കുട്ടികൾ കളിക്കുമ്പോഴേ അവർക്കൊരു കർത്തൃത്വഭാവം ഇല്ല, അല്ലെങ്കിൽ ഒരു ഫലയിച്ച കൂടെ ഉള്ള ആഗ്രഹമോ ഒന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ലല്ലോ. അതുമാതിരിയാണ്. അതായത് ദോഷം അതുമാതിരി ഈ ഗുണം എന്നുള്ള ഭാവങ്ങളൊന്നും ഇല്ലാണ്ട് അതിനെല്ലാം അതീതമായിട്ട് പോകുന്ന ആൾക്കാർക്ക് പ്രവൃത്തികൾ ഇത് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ദോഷമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നത്. അതുമാതിരി ഗുണബുദ്ധിയാച്ച വിഹിതം എന്ന കാര്യം, അതായത് ഗുണബുദ്ധി കൊണ്ടാണ് നല്ല കാര്യമാണ് അതുകൊണ്ട് ചെയ്യണം, അങ്ങനെ ഭാവമില്ല, ഒന്നുമില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അതെല്ലാം ഒന്നിനോടും അത് ഒട്ടലില്ലാത്ത രീതിയിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്തോ ഒരു സങ്കല്പം കൊണ്ട് എല്ലാം നന്നായിട്ടേ വരൂ. അങ്ങനെ സർവഭൂത സുഹൃൽ ശാന്തോ ജ്ഞാന വിജ്ഞാന നിശ്ചയ പശ്യന്മതാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനാ. അങ്ങനെ എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്തായിട്ട് ആ മനസ്സുകൊണ്ട് എല്ലാം ഒതുക്കി ശാന്തനായിട്ട് ജ്ഞാനവും വിജ്ഞാനവും വന്നിട്ട് ആ സംശയങ്ങളെല്ലാം തീർന്നുള്ള അതിൽ നിശ്ചയ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആ വ്യക്തി എന്തിനാ ആ ജീവൻ പശ്യന്മതാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനാ. ഈ പ്രപഞ്ചം മുഴുവൻ ഞാനായിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അയാൾക്ക് ഈ സംസാരത്തിൽ പെട്ട് വലയുന്ന അവസ്ഥ അയാൾക്ക് പിന്നെ ഉണ്ടാവില്ല. ഭഗവാൻ പറയാണ്. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടോ ഭഗവതാ മഹാഭാഗവതോ നൃപ ഉദ്ധവ പ്രണിപത്യാഗ തത്വജിജ്ഞാസുരച്യുതം. ശ്രീശുഖബ്രഹ്മർഷി പറയാണ്. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് മഹാഭാഗവതനായിട്ടുള്ള ഉദ്ധവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനോട് പറയാൻ തുടങ്ങി. എന്താണ്? ഉദ്ധവാച യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവ നിശ്രേയസായ മേ പ്രോക്ത ത്യാഗ സന്യാസലക്ഷണ. ഹേ യോഗേശ്വര,
യോഗവിന്യാസ, യോഗാത്മൻ, യോഗസംഭവ, അങ്ങനെ ഇതില്ലേ ആ യോഗത്തിൻ്റെ, അതായത് യോഗത്തിൻ്റെ ഈശ്വരനാണ് അങ്ങ്. ഈ യോഗത്തിനെ വിന്യസിച്ചത് അങ്ങ്. അതിൽ എങ്ങനെ അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ടാണ് യോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങാണ് യോഗത്തിൻ്റെ ആത്മാവ് തന്നെ. അങ്ങിൽ നിന്നാണ് യോഗം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ പരമശ്രേയസിന് രൂപമായിട്ടുള്ള അങ്ങയുടെ ഈ സന്യാസരൂപമായിട്ടുള്ള ഈ ത്യാഗം, അത് അങ്ങ് എനിക്ക്, അതായത് എല്ലാം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നല്ല ധാരാളം സമ്പത്ത് അങ്ങനെ കൊടുക്കുക, ആ തരത്തിലുള്ള ത്യാഗമല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഫലം ഫലേച്ഛ ഉണ്ടല്ലോ, അത് ത്യജിക്കുക. അതുമാതിരി താനാണ് ചെയ്യണത്, കർത്താവ് താനാണെന്നുള്ള ഭാവം. ഈ രണ്ട് ഭാവങ്ങളും ത്യജിച്ചുകൊണ്ടുള്ള ആ ത്യാഗത്തിനാണ് സന്യാസം എന്ന് പറയുക. അങ്ങനെയുള്ള ത്യാഗമാണ് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നത്. വളരെ ഇതിനായിട്ട് ആത്മശ്രേയസിനായിട്ട് മോക്ഷത്തിന് വേണ്ടിയുള്ള മാർഗമായിട്ട് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നത്. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനം വിഷയാത്മഭി സുതരം ത്വയി സർവാത്മൻ അഭക്രൈരിമേ മതി. ഇങ്ങനെയുള്ള ഈ ത്യാഗം ഉണ്ടല്ലോ, അതായത് ഈ എല്ലാം ത്യജിക്കുക എന്നുള്ളത്, ഫലേച്ഛയും അതുമാതിരി താനാ ചെയ്യണമെന്നുള്ള ഭാവവും, അതൊക്കെ ത്യജിക്കണമെന്നുണ്ടെങ്കിൽ ദുഷ്കരോ ഹേ ഭൂമൻ, ഇതെല്ലാം വിഷയാത്മഭി കാമങ്ങളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, വിഷയങ്ങളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ ത്യാഗം എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിമേ മതി. പ്രത്യേകിച്ച് സുതരാം ദുഷ്കരോ, അതായത് വളരെയധികം ബുദ്ധിമുട്ടാണ് ആർക്ക്, എല്ലാറ്റിനും ആത്മാവായിട്ടുള്ള അങ്ങയിൽ അഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങയിൽ ഭക്തിയുള്ള ആൾക്കാർക്ക് ഇത് വളരെ വിഷമാണ് ഇങ്ങനെ ത്യാഗം ചെയ്യാന്നുള്ളതാണ് എനിക്ക് ബോധ്യമാണ്, എനിക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണ്. അതുകൊണ്ട് സോഹം മമാഹമിതി മൂഢമതിർവികാട ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗതിതം ഭവതായതാഹം സംസാരയാമി ഭഗവൻ അനുശാദിഭൃത്യം. അതുകൊണ്ട് ഹേ ഭഗവാനെ, അങ്ങയുടെ ഈ ഭൃത്യനെ അങ്ങ് ഇതിൽ എൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് എന്നെ പഠിപ്പിച്ചു തരാം, അനുശാദി ഇതിൽ എന്നെ അഭ്യസിപ്പിച്ച് തരണം എന്നാണ് പറഞ്ഞത്. എന്ത് ഞാൻ ഈ മമ അഹമിതി, ഞാൻ എൻ്റെ എന്നുള്ള ഈ മൂഢബുദ്ധി ഉണ്ടല്ലോ, അതെങ്ങനെ വിഘാടം വളരെയധികം രൂഢമൂലമായിരിക്കണം എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ്? പക്ഷെ എന്താണ്? അങ്ങയുടെ മായ കൊണ്ടാണ്. ത്വൻ മായയാ വിരചിത ആത്മനിസാനുബന്ധേ, അങ്ങയുടെ മായാൽ വിരചിതമായിട്ടുള്ള എന്നിലും എൻ്റെ ബന്ധപ്പെട്ടതായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഞാനേ എൻ്റെ എന്നുള്ള ഭാവം ഉണ്ടായിട്ടുണ്ടല്ലോ, അത് അങ്ങയുടെ മായ കൊണ്ട് ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് അത് എങ്ങനെയാണ്? തത്വഞ്ജസാനിഗതീതം ഭവതായതാഹം, അത് എങ്ങനെ നിഷ്പ്രയാസം ഇതിനെ ഈ ഭാവം ഇല്ലാണ്ടാക്കിയിട്ട് അങ്ങയെ പ്രാപിക്കാനുള്ള ത്യാഗം ഉണ്ടാവാൻ അത് എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടതെന്നുള്ളത് ഏത് വിധത്തിലായി എനിക്ക് സാധിക്കുമോ അത് എനിക്ക് പഠിപ്പിച്ച് തരണേ എന്നാണ് പറയണത്. സത്യസ്യതേ സുദർശ ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വവിതാനുചക്ഷേ സർവേ വിമോഹദതിയ തവമായയേ മേ ബ്രഹ്മാദയ തനുഭൃതോ ബഹിരർത്ഥഭാവ. യഥാർത്ഥത്തിൽ ഈ അങ്ങയുടെ ആ ആത്മതത്വം, അത് അങ്ങയുടെ മായയിൽ നിന്ന് തീരെ വിമുക്തന്മാരായിട്ടുള്ള ഒരാൾക്ക് പറഞ്ഞു തരാൻ യഥാർത്ഥ ഗുരുവായിട്ട് പറഞ്ഞു തരാൻ പറ്റൂ. അതിന് സദൃശനായിട്ട് അങ്ങല്ലാണ്ട് വേറെ ആരും എനിക്ക് കാണാനില്ല എന്ന് പറയാണ്. കാരണം വിഭൂതേശ്വരീന ദേവന്മാരുണ്ട്, ബ്രഹ്മാദി ദേവന്മാർ, അവർക്കെല്ലാവരും ബ്രഹ്മാദയ സ്തനുഭൃതോ, അവരും ശരീരം ധരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരും എങ്ങനെയാണ്? ബഹിരർത്ഥഭാവ, അവർക്കും അവരുടെ ഇന്ദ്രിയങ്ങളും ചതുക്കളുകൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ ആത്മഭാവത്തിലുള്ള തത്വം പറഞ്ഞു തരാൻ അവർക്ക് ആർക്കും കഴിയില്ല. പിന്നെയോ സർവേ വിമോഹതതിയ തവമായയേമേ, അവരും അങ്ങയുടെ മായയാൽ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങല്ലാണ്ട് ആരും ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു തരാൻ ഇതിൽ അനുരൂപനായിട്ട് കാണുന്നില്ല എന്ന് ബുദ്ധൻ പറയാണ്. തസ്മാൽ ഭവന്തം അനവദ്യമനന്തഭാരം സർവജ്ഞമീശ്വരമകുണ്ഠ വികുണ്ഠദിഷ്യം നിർവിണ്ണതീരഹമുഖ വൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. അതുകൊണ്ട് അങ്ങയെ തന്നെ ഞാൻ അനവദ്യം, ഒരിക്കലും ദോഷം ഇല്ലാത്തായിട്ടുള്ളതുണ്ടല്ലോ, അങ്ങയെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. അനന്തനാണ് അങ്ങ്. ഒരിക്കലും അളക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആളാണ്, എല്ലാം അറിയുന്ന ആളാണ്, ഈശ്വരനാണ്. അകുണ്ഠ വികുണ്ഠ കാലത്തിന് കൂടി പ്രാപിക്കാൻ കഴിയാത്ത വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്ന ഭഗവാനെ, ആ നിർവിണ്ണതി രമഹു, ഞാനെങ്ങനെയാണ് നിർവിണ്ണതി, എൻ്റെ ബുദ്ധിയിൽ നല്ല വൈരാഗ്യം വന്നിരിക്കുന്നു. എങ്ങനെ? വൃജിനാഭിതപ്പതോ, ഈ പലതരത്തിലുള്ള ദുഃഖങ്ങളിലുള്ള 3 തരത്തിലുള്ള താപങ്ങൾ, അതൊക്കെ ഇങ്ങനെ അനുഭവിച്ച് തപിച്ചിട്ട് എനിക്ക് വൈരാഗ്യം വന്നിരിക്കുന്നു. ഇതുകൊണ്ട് എനിക്കിതിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം ഭഗവാനെ അങ്ങ്
അങ്ങ് പറഞ്ഞു തരണം. ആരാണ് അങ്ങ്? നാരായണം നരസകം, ഒരു മനുഷ്യന് ഏറ്റവും അടുത്ത ചങ്ങാതിയായിട്ടുള്ള അങ്ങേ തന്നെ ഞാൻ എന്താ ശരണം പ്രാപിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ആ ഉദ്ധവൻ ഇല്ലേ പ്രണിപത്യ വളരെ ഭക്തിയോട് കൂടിയിട്ട് ഗുരുവിനെ പ്രാപിച്ചാലേ ഉപദേശം കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഭഗവാനെ ലോകഗുരുവായിട്ടുള്ള ഭഗവാനെ കണ്ട് അതിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് താൻ അങ്ങയുടെ ശിഷ്യനാണെന്നുള്ള ഭാവത്തിൽ ആ ഭഗവാന്റെ ശിഷ്യനാണെന്നുള്ള ഭാവത്തിൽ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ഉപദേശം തുടങ്ങുന്നത്. ശ്രീ ഭഗവാനുവാച പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണ സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനീവാശുഭാശയാൽ. ഏ ഉദ്ധവ, ഒരു കാര്യം മനസ്സിലായിക്കോളൂ. ലോകതത്വ വിചക്ഷണ, ലോകതത്വങ്ങളെപ്പറ്റി ഇങ്ങനെ വിചാരം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്താ ചെയ്യുക? പ്രായേണ സമുദ്ധരന്തി ആത്മാനം, ആത്മാനം ആത്മനൈവ, താൻ തന്നെ ഉദ്ധരിപ്പിക്കണം. ഏതെന്ന്? ഈ പാപങ്ങളായുള്ള കർമ്മവാസനകളിൽ നിന്നും ഇല്ലേ, അതിൽ നിന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ ഉദ്ധരിക്കുക വേണ്ടതെന്ന് പറയുകയാണ്. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷത യൽ പ്രത്യക്ഷാനുമാനാഭ്യം ശ്രേയോസാവനു വിന്ദതേ. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഗുരു നമ്മൾ തന്നെയാണ്. ആത്മാവി ഉദ്ധരേത് ആത്മാനം ആത്മാനം അവസാദയിൽ എന്നൊക്കെ ഭഗവാൻ അർജുനോട് ഗീതയിൽ പറയുന്നുണ്ട്. ആത്മനോ ഇതിൽ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഗീതയിലുണ്ട്. ആത്മാവിൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ്. ആ പ്രത്യേകിച്ച് മറ്റുള്ള ജന്തുക്കളെ അപേക്ഷിച്ച് മനുഷ്യനിൽ ഈ വിശേഷബുദ്ധി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേണ്ട രീതിയിൽ പ്രത്യങ്ങൾ ഇപ്പോൾ നേരിട്ട് കാണുന്ന വസ്തുക്കളെ നോക്കിയിട്ടും അതുകൊണ്ട് അനുമാനങ്ങളെ കൊണ്ടും എന്താ വേണ്ടത്, നമുക്ക് ശ്രേയസ്സായിട്ടുള്ളത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യന് വിശേഷമായിട്ടുണ്ട് എന്ന് പറയുകയാണ്. പുരുഷത്വേ ചമാം ധീര സാഖ്യയോഗ വിശാരദ ആവിസ്തരം പ്രപശ്യന്തി സർവശക്തി ഉപബൃംഹിതം. ഈ മനുഷ്യജന്മം കിട്ടുക എന്നുണ്ടല്ലോ, അത് വളരെ ഒരു ഭാഗ്യമാണ്. അത് സാഖ്യവും യോഗമൊക്കെ അറിയുന്ന ധീരന്മാർ പറയും അത് യഥാർത്ഥത്തിലുള്ള സർവശക്തി സ്വരൂപമായിട്ടുള്ള ആ ആത്മാവിനെ മനസ്സിലാക്കാനുള്ള മാർഗം ഈ ഇതില്ലേ കഴിവ് മനുഷ്യ ജീവന് മാത്രമേ ഉള്ളൂ എന്ന് പറയും പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുകയാണ്. ഏക ദ്വിത്രിചതുഷ്പാദോ ബഹുപാദ തഥാപദം ബഹ്യ സന്ധിപുരസൃഷ്ട താസമ്മേ പൗരുഷീ പ്രിയ. എൻ്റേതായിട്ട് പല സൃഷ്ടികളുണ്ട്. ഒറ്റക്കാലുള്ളത്, 2 കാലുള്ളത്, 3 കാലുള്ളത്, 4 കാലുകളുള്ളത്, അനവധി കാലുകളുള്ളത്, കാലുകളൊന്നുമില്ലാത്ത വൃക്ഷങ്ങൾ, അങ്ങനെയല്ലേ, അങ്ങനെ പലതരത്തിലുള്ള സൃഷ്ടികളിൽ വെച്ചിട്ട് ഈ മനുഷ്യൻ എന്നുള്ള സൃഷ്ടിയാണെന്നുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ അത്രമം മാർഗയന്ത്യയുക്താഹേതുവിരീശ്വരം ഗൃഹ്യമാണേ ഗുണയില്ലെങ്കിൽ അഗ്രാഹ്യം അനുമാനത. ഇവിടെ ഈ മനുഷ്യജന്മത്തിൻ്റെ മഹത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലേ നല്ല ബുദ്ധി ദിഷണ കൊടുത്തേണ്ട മനുഷ്യനെ. ആ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നും പ്രാപിക്കാൻ പറ്റാത്തതാണെങ്കിൽ കൂടിയിട്ട് അനുമാനം കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെയും അതുമാതിരി ഈ മനസ്സിനെയും ഒക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പിന്നിലുള്ള ശക്തി ഏതാണ്? അനുമാനം കൊണ്ട് ചിന്തിച്ചറിഞ്ഞ് ഈ വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അറിഞ്ഞിട്ട് എന്നെ പ്രാപിക്കാനുള്ള കഴിവ് ഈ മനുഷ്യ സ്വരൂപത്തിന് മനുഷ്യ ജന്മത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അതാണ് അത്ര അതിൽ ഗൃഹ്യമാണേർഗുണയില്ലെങ്കിൽ അഗ്രാഹ്യം അനുമാനത. സാധാരണ രീതിയിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്താണെങ്കിൽ കൂടിയിട്ട് ആലോചിച്ചിട്ട് ഞാൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് മാതിരി വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനെയെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള പിന്നിലുള്ള ശക്തി ഏതാണെന്ന് അനുമാനം കൊണ്ട് ചിന്തിച്ചുണ്ടാക്കാൻ ആ മനുഷ്യൻ്റെ വിശേഷ ബുദ്ധിക്ക് മാത്രമേ കഴിയൂ. അതാണ് തന്നെത്താൻ നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മളെ ഉയർത്താൻ എന്നുള്ളതാണ് പറയണത്. അതിന് ഭഗവാൻ ആദ്യമായിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യഥോരമിത തേജസ. നമ്മുടെ പൂർവജനായിട്ടുള്ള അതിൽ കുടുംബത്തിലെ ഏറ്റവും ആദ്യത്തെ ചക്രവർത്തിയായിട്ടുള്ള യദു മഹാരാജാവിനും അതുമാതിരി ഒരു അവധൂതൻ, അദ്ദേഹം ദത്താത്രേയ മഹർഷിയാണെന്നാണ് പറഞ്ഞത്, അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംവാദം അങ്ങക്ക് ഞാൻ പറഞ്ഞു തരാം. പണ്ടുണ്ടായിട്ടുണ്ട്. അവധൂതം ദ്വിജം കഞ്ചിൽ ചരന്തം അഹുതോഭയം കവിം നിരീക്ഷ്യ തരുണം യദു അപ്രച്ഛധർമ്മവിൽ. ഒരിക്കല് ഈ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ യദു മഹാരാജാവ് ധർമ്മവിത്താണ്, എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ആളാണ്. അദ്ദേഹം അങ്ങനെ പോണ സമയത്ത് ഒരിക്കൽ ഒരു അവധൂതനെ കണ്ടു. ഒരു ബ്രാഹ്മണൻ കച്ചിൽ ചരണ്ട ഒന്നിനും പേടിയില്ലാണ്ട് കണ്ടാൽ നല്ല അറിവുള്ള ആളാണ് തോന്നുന്ന രീതിയിൽ അവധൂതനെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് യദു മഹാരാജാവ് ചോദിക്കുകയാണ്. യദുരുവാച കുതോ ബുദ്ധിരിയം ബ്രഹ്മൻ അകർത്തു സുവിശാരദ
യാം ആസദ്യഭവം ലോകെ വിദ്വാംസരതി ബാലവൽ. യദു മഹാരാജാവ് ഈ അവധൂതനോട് ചോദിക്കുകയാണ്, ഹേ ബ്രഹ്മൻ, നോക്കൂ, അങ്ങ് കാണുന്ന സമയത്തുണ്ട് ഒരു ബാലവൽ, ഒരു ചെറിയ കുട്ടിയെ മാതിരി അങ്ങ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ട, ഒന്നും പ്രവർത്തിക്കാണ്ട്, എന്നാലോ കണ്ട നല്ല സുവിശാല നല്ല അറിവുള്ള ആളാണെന്നുള്ളത് ബോധ്യമുണ്ട്. പിന്നെയോ നിങ്ങൾ ആ ബുദ്ധി എവിടുന്നാണ് അങ്ങക്ക് ഇങ്ങനെ കിട്ടിയത്? ഒന്നും പ്രവർത്തിക്കാണ്ട് ഒന്നിലും മുഴുകാണ്ട് അങ്ങനെ ഇരിക്കുന്നത്? കാരണം പ്രായേണ ലോകത്തിലെല്ലാവരും എന്താ ചെയ്യണത്? പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായം ച മാനവ ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശസ്ശ്രിയാ. നല്ല അറിവും ജ്ഞാനവും അതുമാതിരി സമർത്ഥനും സുന്ദരനും വാഗ്മികയുള്ള അതില്ലേ അങ്ങാണെച്ചാൽ ഒന്നും ചെയ്യാതെ എന്താണ് സാധാരണ മനുഷ്യന്മാർ ജീവിതം കിട്ടിയ എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, അതുമാതിരി അതിൻ്റെയൊക്കെ തത്വചിന്ത, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ആയുസ്, യശസ്, ശ്രീയൊക്കെ വേണം, വർദ്ധിക്കണം എന്നുള്ള ആഗ്രഹം നിമിത്താണ് എല്ലാവരുടെയും പ്രവർത്തനം ഉണ്ടാവുക. എന്നാലോ അങ്ങക്ക് ഈ ശരീരത്തിലുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായി കൂടിയിട്ട് നിഷ്കാമനായിട്ട് ഒന്നും പ്രവർത്തിക്കുന്നുമില്ല, ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യണത്. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? പ്രായോ ധർമാർത്ഥകാമേഷു ത്വം തു കൽപ്പ കവിർദക്ഷ സുഭഗോമൃതഭാഷണ ന കർത്താനേകസേകിഞ്ചിൽ ജഡോന്മത്ത പിശാചവൽ. അങ്ങ് കഴിവുള്ള ആളാണെങ്കിൽ കൂടിയിട്ട് കൽപ്പ കവിർ ദക്ഷ, നല്ല അറിവുള്ള ആളാണ്, അതുമാതിരി ശാരീരികമായിട്ടുള്ള കഴിവുണ്ട്, നല്ല സാമർഥ്യമുണ്ട്, എന്നിട്ട് കൂടിയിട്ട് സുഭകവും അമൃതമാണല്ലോ എന്നാ ഒന്നും പ്രവർത്തിക്കാണ്ട് ഒരു പിശാചമല അല്ലെങ്കിൽ ഒരു ജഡനെ മാരി ഒരു ബാലിനെ പോലെ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതിനെന്താ കാരണം? ഏതുമാതിരി എന്ന് വെച്ചാൽ ജനേഷു ദഹ്യമാനേഷു കാമലോപതവാഗ്നിനാ തപ്യസേ അഗ്നിനാമുക്തോ ഗംഗാംബസ്ത ഇവ ദിവാ. പ്രപഞ്ചത്തിലെ എല്ലാവരും കടന്നങ്ങനതില്ലേ ഭ്രമിച്ച് ഇതിലെങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാമലോഭതവാഗ്നിന, കാമങ്ങൾ, ലോഭങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട അവശന്മാരായി ഇരിക്കുന്ന മാതിരിയാണ് എല്ലാവരും. എന്നാലോ ന തപ്യസേ അഗ്നിനാമുക്തോ ഗംഗാംബസ്ത ഇവ ദിവ. എന്നാൽ അങ്ങ് ഇതുമാതിരിയാണ് ചുറ്റും നഗരം മുഴുവൻ കത്തി നശിക്കുന്ന ഗംഗാനദിയുടെ നടുക്കിലിരിക്കുന്ന ഒരു ആനയ്ക്കുണ്ടല്ലോ. ആനയിൽ വെള്ളത്തിൽ അങ്ങനെ വെള്ളം കുടിച്ച് കുടിക്കുമ്പോൾ ആനയ്ക്ക് ഈ പുറത്ത് കത്തണ നഗരത്തിനെ പറ്റി യാതൊരു പരിഭ്രമമില്ല. അതുമാതിരി ലോകം മുഴുവൻ അങ്ങനെ ഓരോ ഇതിൻ്റെ പിന്നാലെ ഓടിപ്പാഞ്ഞ് പരിഭ്രമിച്ച് നടക്കുന്ന സമയത്ത് അങ്ങ് മാത്രം ഒന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് അങ്ങ് കഴിയാൻ പറ്റണത് ചോദിക്കുകയാണ്. ത്വംഹിന പൃച്ഛതം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവത കേവല ആത്മനാ. അതുകൊണ്ട് ഞാൻ എന്താ ആ ഭഗവാനോട് ചോദിക്കണു, എങ്ങനെയാണ് അങ്ങക്ക് ഈ ആത്മാനന്ദത്തിലുള്ള ആ കാരണം ഉണ്ടായത്? അതെങ്ങനെയാണെങ്കിൽ അതിലേ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. എന്താണ്? ഒന്നിന് ഇന്ദ്രിയങ്ങൾ ആത്മാവിൽ മാത്രം മുഴുകിയിട്ട് ഇന്ദ്രിയങ്ങളിലൊന്നും പുറത്തേക്ക് പോകാണ്ട് തന്നിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഈ അവസ്ഥ എങ്ങനെയാണ് അങ്ങക്ക് ലഭിച്ചത് ചോദിക്കുകയാണ് യദു മഹാരാജാവ്. അതിനുത്തരായിട്ട് ശ്രീ ഭഗവാൻ ഉവാച യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധസാ പുഷ്ട സഭാജിത പ്രാഹ പ്രശ്രയാവനതം ദ്വിജ. ഇങ്ങനെ യദു മഹാരാജാവിനാൽ ചോദിക്കപ്പെട്ട അവധൂത ബ്രാഹ്മണനുണ്ടല്ലോ, അദ്ദേഹം ബ്രഹ്മജ്ഞനാണ്, അതുമാതിരി ഭക്തനാണ്. ബ്രഹ്മജ്ഞാനികളിൽ ഭക്തനും അതുമാതിരി ആ ബുദ്ധിമാനുമായിട്ടുള്ള യദു മഹാരാജാവിനോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് വളരെ വിനയത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിനോട് മറുപടി പറയാൻ തുടങ്ങുകയാണ്. പൃഷ്ടസഭാജിത പ്രശ്രയ അവനതം ദ്വിജാ ബ്രാഹ്മണ ഉവാച സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിത യതോ ബുദ്ധിമുപാദായ മുക്തോടാമീക തൻ ശൃണു. ഹേ രാജൻ, അങ്ങൊരു കാര്യം മനസ്സിലായിക്കോളൂ. എനിക്ക് ഒന്നല്ല അനവധി ഗുരുക്കന്മാരുണ്ട്. ഓരോന്നെ ആ ഗുരുക്കളിൽ നിന്ന് അവർ കണ്ടും കേട്ടു പോലെ പലതും ഞാൻ അങ്ങനെ പഠിച്ചിട്ട് അവരിൽ നിന്ന് ആ ബുദ്ധി കൊണ്ടാണ് മുക്തോടാമി, ഞാൻ ഇങ്ങനെ മുക്തനായിട്ട് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കണു. ആ ഗുരുക്കന്മാരുടെ പേര് വേണിച്ചാൽ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. പൃഥിവീ വായുരാകാശം ആവോഗ്നി ചന്ദ്രമാരവി കപോദോജകര സിന്ധു പതംഗോ മധുഗജ. അതായത് ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കപോതം, മാടപ്രാവ്, മലമ്പാമ്പ്, സമുദ്രം, ഈയാമ്പാറ്റ, വണ്ട് അല്ലെങ്കിൽ തേനീച്ച എന്നും പറയാം, ആന, തേനെടുക്കുന്ന ആള്, മാന്, മത്സ്യം, പിങ്കള എന്നൊരു വേശ്യാസ്ത്രീ, കുരരെന്നുള്ള ഒരു ചെറിയൊരു പക്ഷി,
ഒരു കുട്ടി, കന്യക, അസ്ത്രമുണ്ടാക്കുന്ന ആള്, പാമ്പ്, എട്ടുകാലി, വേട്ടാൾ, ഇങ്ങനെ 24 ഗുരുക്കന്മാരാണ് ഞാൻ എൻ്റെ സ്വബുദ്ധി കൊണ്ട് ആശ്രയിച്ചിട്ടുള്ളത്. ഇവരുടെ പ്രവൃത്തികളിൽ നിന്ന് ഞാൻ പല പാഠങ്ങളും പഠിച്ചു എന്നാണ് പറയണത്. മധുഹുദ്ഗജ മധുഹ ഹരിണോമീന പിങ്കളാ കുരരോർഭക കുമാരീ ശരകൾ സർപ്പ ഓർണനാഭി സുപേശകൾ ഏതേ മേ ഗുരവോ രാജൻ ചതുർവിംശതിരാശ്രിത ശിക്ഷ വൃത്തിവിരേദേശം അന്വശിക്ഷമികാത്മന. ഇങ്ങനെ ഈ 24 ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള, അവരിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആ അറിവുകളെ കൊണ്ടാണ് ഞാനിങ്ങനെ ചുറ്റിത്തിരിയണമെന്ന് പറയുകയാണ്. എന്നിട്ട് ഇനി ഓരോരോ ഗുരുക്കന്മാരെ പറ്റി പറയുകയാണ്. യഥോ യദനു ശിക്ഷാമി യഥാവാനാഹുഷാത്മജ തത്തഥാ പുരുഷവ്യാഘ്ര നിബോധകഥയാമി. ഞാൻ ഏതേത് ഗുരുവിൽ നിന്ന് ഏതെന്ത് പഠിച്ചു എന്നുള്ളത് ഈ നൗഷപുത്രനായിട്ടുള്ള ഇത് മഹാരാജാവേ ഞാൻ ഇതാ പുരുഷവ്യാഘ്രനായിട്ടുള്ള ആണെങ്കിൽ ഞാൻ ഇതാ പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് പറയുകയാണ്. ഭൂതൈർ ആക്രമ്യമാണോപി ധീരോ ദൈവവശാനുഗൈ തദ്വിദ്വന്നജന്മാർഗൽ അന്വശിക്ഷം ക്ഷിതൈർവ്രതം. നമ്മുടെ പലതരത്തിലുള്ള ആപത്തുകൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉണ്ടായിരുന്നില്ലേ ഇതിൽ എന്താണ് പ്രാചീന വാസനകളെ കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ടാലും അതെല്ലാം തൻ്റെ കർമ്മഫലമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെയൊക്കെ സഹിച്ചുകൊണ്ട് തൻ്റെ മാർഗത്തിൽ നിന്ന് ഒട്ടും ചലിക്കാണ്ട് ആ പോകുന്ന ഇതുണ്ടല്ലോ, ധീരനായിട്ട് പോകുന്നുണ്ടല്ലോ. അതായത് മറ്റതൊക്കെ ഇതുകൊണ്ട് വരണതാണ് ചിന്തിച്ചുകൊണ്ട് അങ്ങനത്തെ വിദ്വന്നജലേൻ മാർഗം അന്വശിക്ഷം വ്രതം. അതായത് ആ ഗുണം ആ ഭൂമിയിൽ നിന്നാണ് പഠിച്ചത്. ഭൂമിദേവി എന്താണ്? ക്ഷമ എന്നുള്ളത് ഭൂമിയുടെ ഗുണം. അതായത് എന്ത് വന്നാലും, നല്ലത് വന്നാലും ചീത്ത വന്നാലും ഒരേപോലെ സഹിക്കാൻ ക്ഷമ. ഇതിൽ എന്താണ് സർവം സഹ എന്നൊക്കെയാണ് ഭൂമിക്ക് പേര്. അതാണ് അങ്ങനെയുള്ള അതില്ലേ ആ ക്ഷമ എന്നുള്ളതാണ് ഞാൻ ഭൂമിയിൽ പഠിച്ചതെന്നാണ്. തദ്വിദ്വാ ശശ്വൽ പരാർത്ഥസേവേഹ പരാർത്ഥ സർവേഹ പരാർത്ഥൈകാന്ത സംഭവ സാധു ശിക്ഷേത ഭൂവൃത്തോ നഗശിഷ്യ പരാത്മതം. അതുമാതിരി ശശ്വൽ പരാർത്ഥ സർവേഹ, എപ്പോഴും അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതിനു വേണ്ടിയിട്ടായിരിക്കണം ആഗ്രഹം എന്നുള്ളത്. പരാർത്ഥൈകാന്ത സംഭവ, അതുമാതിരി മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ജനിച്ചവനായിരിക്കണം ഒരു സന്യാസി. എപ്പോഴും പരോപകാരമായിട്ട് വേണം എല്ലാ പ്രവൃത്തികളും ചെയ്യണം എന്നുള്ളത്. അത് എന്നാണ് പിടിച്ചത്? സാധു ശിക്ഷേത ഭൂവൃത്തോ നഗശിഷ്യ പരാത്മതം. ഭൂമിയിൽ നിന്നുണ്ടാവുന്ന വൃക്ഷങ്ങളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഇത് ഞാൻ പഠിച്ചത് എന്ന് പറയുകയാണ്. ഇല്ലേ, വൃക്ഷങ്ങൾ നോക്കിയിട്ടുണ്ടോ? വൃക്ഷങ്ങളുടെ എല്ലാം അതിൻ്റെ നിഴൽ വരുന്ന വഴിയിൽ ക്ഷീണിച്ച് വരുന്ന ആൾക്കാർക്ക് നിഴലിൽ കടക്കാൻ പറ്റും. അതുമാതിരി വൃക്ഷത്തിൻ്റെ തൊലി ഉപയോഗിക്കാം, അതിൻ്റെ ഇലകൾ ഉപയോഗിക്കാം. അതുമാതിരി കായ അവസാനം വൃക്ഷം തടിയായിട്ട് വീട് പണിയാൽ എന്ത് വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അതുമാതിരിയാണ് പരോപകാരാർത്ഥമായിരിക്കണം ഒരു സന്യാസിയുടെ ജീവിതം എന്നുള്ളത് വൃക്ഷങ്ങളിൽ നിന്ന് പഠിച്ചു. പർവ്വതം അങ്ങനെ തന്നെ. പർവ്വതത്തിലെ സമ്പത്തുകളിലെ ഗുഹകളുണ്ട് ആൾക്കാർക്ക് ചെന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതുമാതിരി രത്നങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരിക്കും. പർവ്വതങ്ങൾ നദി ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ പോകണ്ടാവും. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാം അന്യർക്ക് വേണ്ടിയിട്ടാണ്. അതുമാതിരിയും ഒരു സന്യാസിയുടെ ജീവിതം എപ്പോഴും പരാർത്ഥമായിട്ടായിരിക്കണം എന്നുള്ളത് ഭൂമിയും ഭൂമിയുടെ പുത്രന്മാരിൽ നിന്നും പഠിച്ചു എന്ന് പറയുകയാണ്. പിന്നെയോ പ്രാണവൃത്യൈവ സന്തുഷ്യൻ മുനിർവൈവേന്ദ്രിയപ്രിയൈ ജ്ഞാനം യഥാ നശ്യേത നാവകീർയേത വാങ്മന. അതുമാതിരി ഈ വാക്കിനും മനസ്സിനൊക്കെ വിക്ഷേപം വരാതിരിക്കണം ചേച്ചോണം. പ്രാണൻ നിലനിൽക്കുള്ള ഭക്ഷണം കൊണ്ട് സന്തോഷിക്കണം. അതുമാതിരി ആ ജ്ഞാനവും നശിക്കാതിരിക്കാനും മാത്രം അതിനു വേണ്ടത് മാത്രമേ പ്രാണൻ നിലനിൽക്കാൻ വേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് സന്തോഷിക്കണം എന്നുള്ളതാണ്. പിന്നെയോ വിഷയേഷ്വാഭിശൻ യോഗി നാനാധർമ്മേഷു സർവദാ ഗുണദോഷവ്യപേതാത്മാ നംഷജ്ജേത വായുവൽ. അതുമാതിരി വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ, ആ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടണവും അതിൽ ഗുണങ്ങളുണ്ടായിരിക്കാം, ദോഷങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ആത്മാവ് അതിനോടൊന്നും യാതൊരു ബന്ധവുമില്ല, അതിനോടൊന്നും ഒട്ടലുണ്ടാവാൻ പാടില്ല വിഷയങ്ങളിൽ എന്നുള്ളത്. അത് എന്തെന്ന് പഠിച്ചു? വായുവിൽ നിന്ന് പഠിച്ചു. വായു അതേമാതിരിയാണല്ലോ, ദുർഗന്ധം ഉണ്ടാവും, ദുർഗന്ധം അതിൻ്റെ കൂടെ വരും, അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. അതുമാതിരി സുഗന്ധം അതുമാതിരി തന്നെയാണ്. അതുകൊണ്ട് വായുവിൻ്റെ മാതിരി ഒന്നിനോടും ഗുണത്തിനും ദോഷത്തിനും ബന്ധമില്ലാണ്ടിരിക്കണം. അതേമാതിരി തന്നെ പാർത്ഥിവേഷ്വിക ദേഹേഷു
പ്രവിഷ്ട തദ്ഗുണാശ്രയ ഗുണൈർന്ന യുജ്യതേ യോഗി ഗന്ധൈർ വായുവിരാത്മതൃ. അതുമാതിരി ആത്മജ്ഞാനിയായിട്ട് എല്ലാറ്റിലും തന്നെ തന്നെ കാണുന്ന ഒരു സന്യാസിക്ക് എന്തില്ലല്ലോ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും പ്രാണനായിട്ട് ആത്മാവായിട്ട് ഒന്നന്നെ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ചെറിയൊരു അണുവായിട്ടുള്ളതിലായാലും ബ്രഹ്മാവായാലും എല്ലാറ്റിലും പ്രാണനെ ഒന്നന്നെയാണ് ചവിച്ചുകൊണ്ടിരിക്കുന്നത് വായു. ആ ഒരു ഭാവം കൂടി വായുവിൽ നിന്ന് പഠിച്ചു. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്താം വ്യവച്ഛേദമസംഗമാത്മനോ മുരുന്നഭസ്ത്വം വിതതസ്യ ഭാവയേൽ. ഇങ്ങനെയുള്ള ഈ സർവാത്മഭാവം തന്നെയാണ് നഭസ്. അതില്ലേ നഭസ്ത്വം വിതതസ്യ ഭാവയേൽ. ആകാശത്തിൽ നിന്നും ഇത് തന്നെയാണ് പഠിക്കണേ. എല്ലാ ഇളകുന്നതും ഇളകാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലെയും ഉള്ളിലും പുറത്തും ചലിച്ചുകൊണ്ട് എന്താ ഇരിക്കുന്നത്? ആകാശം. ഒരു കുടത്തിന്റെ ഉള്ളിലായാലും ആകാശന്റെ കുടം പൊട്ടി അതിന്റെ പുറത്തും ആകാശമുണ്ട്. അതുമാതിരി ബ്രഹ്മാത്മഭാവേന സമന്വയം. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബ്രഹ്മം മാത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒന്നിനോടും സങ്കല്യാണ്ടിരിക്കുന്ന ആ ഭാവമുണ്ട് ആത്മാവിന്റെ. അത് ആകാശത്തിൽ നിന്ന് പഠിച്ചു. തേജോപന്നമയൈർഭാവേ മേഘാദ്യൈ വായുവിനേരിതൈ ന സ്പൃശ്യതേ നവസ്തദ്വൽ കാലസൃഷ്ടൈർഗുണൈ പുമാൻ. അതുമാതിരി ഈ ആകാശത്തിൽ എങ്ങനെയാണ് ആ തേജോപന്നമയൈർഭാവൈർമേഘദ്യൈർവായുനി. കാറ്റാൽ പ്രേരിപ്പിക്കപ്പെട്ട എന്തുണ്ടാവും? മേഘങ്ങൾ അങ്ങനെ ധാരാളം ഉണ്ടാവും ആകാശത്തിൽ. അതുമാതിരി ഈ ഭൂമി, അതുമാതിരി ജലം, അതുമാതിരി അഗ്നി, ഇതിൻ്റെയൊക്കെ ഇതുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന പല കാലസൃഷ്ടങ്ങളായ പല ശരീരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നിനും ആകാശത്തിന് മേഘങ്ങളെ ഇതുമാതിരി ബാധിക്കുന്നില്ല. മേഘങ്ങളുടെ ചലനം അതുമാതിരി പ്രപഞ്ചത്തിലുണ്ടാകുന്ന സൃഷ്ടികളിലെ വസ്തുക്കൾ, രൂപങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടായെന്നുള്ള മാതിരിയാണ്. അതൊന്നും ആകാശത്തിനെ ബാധിക്കില്ല. അതുമാതിരി ബ്രഹ്മത്തിനെ ബാധിക്കില്ല എന്നുള്ളത് ആകാശത്തിൽ നിന്ന് പഠിച്ചു. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധോ മാധുര്യസ്ഥീർത്ഥഭൂർനൃണാം മുനി പുനത്യപം മിത്രം ഈക്ഷോപസ്പരിശകീർത്തനൈ. എപ്പോഴും സ്വച്ഛമായിട്ടിരിക്കുക. അതുമാതിരി പ്രകൃതിത സ്നിഗ്ധോ വളരെ അതിൻ്റെ സ്വസ്വഭാവത്തിൽ വളരെ സ്നിഗ്ധമായിട്ടുള്ളതാണ്, നല്ല മധുരമായിട്ടുള്ളതാണ്. എല്ലാവർക്കും ആ ഒരു തവിപ്പി താപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതായിട്ടുള്ളതാണ്. ഒരു മഹർഷി, ഒരു മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുമാതിരി പുനാത്യപം ജലം മാതിരി. ജലം എന്ന് പറഞ്ഞാൽ നമ്മളില്ലേ പെട്ടെന്ന് ക്ഷീണിച്ച് വന്നു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറും, എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാവും. അതുമാതിരി നല്ല സുഖമായിട്ടുള്ളതായിരിക്കണം സ്വച്ഛമായിട്ടുള്ള ജലം. ഇതുമാതിരി ആയിരിക്കണം ഒരു മഹർഷി തൻ്റെ ദർശനം കൊണ്ടും സ്പർശനം കൊണ്ടും ആ കീർത്തനം കൊണ്ടും എല്ലാം എന്ത് ചെയ്യണം? ആ ഗംഗാതി തീർത്ഥം പോലെ എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന ആയിരിക്കണം എന്നുള്ളത് ഒരു ജലത്തിൽ നിന്ന് പഠിച്ചു. തേജസ്വി തപസാദീപ്തോ ദുർദർശോദരഭാജന സർവഭക്ഷോ വിയുക്താത്മാ നാദത്തെ മലം അഗ്നിവൽ. ആ ഒരു മഹർഷി തൻ്റെ തപസ്സുകൊണ്ട് തേജസ് കൊണ്ട് അങ്ങനെ ദീപ്തനായിട്ടിരിക്കണം. ദുർദർശോദരഭാജന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കയ്യിലൊന്നുമില്ല, ഉദരമാകുന്ന ഭോജനം അത് മാത്രമേ തൻ്റെ സ്വന്തമായിട്ടുള്ളത് പറയുകയാണ്. അങ്ങനെയുള്ള ഇതുണ്ടല്ലോ അപരിഗ്രഹനായിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചുള്ള ഒരു മഹർഷി എങ്ങനെ വെച്ചാൽ അഗ്നിയുമായി തീരുന്നു പറയുകയാണ്. സർവഭക്ഷോപയുക്താത്മാ നാദത്തെ മലം. ഒന്നിൻ്റെ നിന്നും മാലിന്യങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് അഗ്നിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താണ്? മാലിന്യങ്ങളും കൂടി ശുദ്ധീകരിക്കപ്പെടും. എന്ത് ചീത്ത വസ്തു ഇതിനെ ദഹിപ്പിച്ചാലും അവസാനം ശുദ്ധമായിട്ടുള്ള ഭസ്മമായിട്ട് തീരും അഗ്നി ദഹിപ്പിച്ചാൽ. അതുമാതിരി മറ്റുള്ളവരുടെ പാപങ്ങളും കൂടി ഈ മഹർഷിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശുദ്ധമായി തീരുന്നുള്ളതാണ്. സർവഭക്ഷോപി യുക്താത്മാ നാദത്തെ മലമഗ്നിവൽ. ഒരിക്കലും അതിൻ്റെ മാലിന്യങ്ങളില്ലാണ്ട് ആ എല്ലാറ്റിൻ്റെ വസ്തുക്കളെയും ശുദ്ധീകരിക്കുക എന്നുള്ള ഭാവം, അതാണ് അഗ്നി എന്ന് പഠിച്ചത്. ക്വചിൽ ഛന്ന ക്വചിൽ സ്പഷ്ട ഉപാസ്യ ശ്രേയ ഇച്ഛതാം ഭുക്തേ സർവത്ര ധാതൃണം ദഹൻ പ്രാഗുത്തരാശുഭം. അതുമാതിരി തന്നെ അഗ്നി അതിൻ്റെ ഉപാധികൾക്ക് അനുസരിച്ചിട്ട് ചെറുതായിട്ടും വലുതായിട്ടൊക്കെ കാണും. എന്നാലോ ഇതിലെല്ലാറ്റിലും ഒരേ ഭാവത്തിലുള്ളതാണ്. അതായത് ചിലപ്പോൾ ഇടയ്ക്ക് കാണാണ്ടിരിക്കും, ഒന്നുമില്ലെങ്കിൽ ഉപാധികളില്ലെങ്കിൽ കാണില്ല. എന്നാൽ ഉപാധി ഉണ്ടാച്ചാൽ ചെറിയ തീപ്പൊട്ടിക്കൊള്ളി കത്തിച്ചാൽ അതിലുണ്ടാവും. നല്ല വലിയൊരു തീയാണ് ചില അതുണ്ട്. അതുമാതിരി ഉപാസിക്കാൻ യോഗ്യനായിട്ടുള്ള അതിൽ മുനി എങ്ങനെ ഇരിക്കണം? അഗ്നി പോലെ എന്താണ് അതുമാതിരിയായിരിക്കണം. അഗ്നിമാതിരിയാണ് ഈ മഹർഷിയും. അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. എന്നാലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞു വെച്ചാൽ എല്ലാവരുടെയും മാലിന്യങ്ങളും മാറും ചെയ്യും. അങ്ങനെയുള്ള ഇതായി തീരണം സന്യാസി എന്ന് പറയുകയാണ്.
സ്വമായയാ സൃഷ്ടമിതം സദസല്ലക്ഷണം വിഭു പ്രവിഷ്ട ഈയതേ തത്തൽ സ്വരൂപോഗ്നിരിവൈധസി. ഈ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അതാതിൻ്റെ ശരീരങ്ങൾക്കനുസരിച്ച് ആണ് ശോഭിക്കുന്നത്. വിറകിൽ പലതിൻ്റെ അതിനനുസരിച്ച് അഗ്നി ഏത രീതിയിലുണ്ടായിരിക്കണോ അതുമാതിരി ശോഭിക്കണം. അതും അഗ്നി എന്ന് പഠിച്ചു. വിസർഗാദ്യ ശ്മശാനാന്ത ഭാവാദേഹസ്യ നാത്മന കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവർമ്മന. ഇതിൽ വിസർഗ ജനനം തൊട്ട് മരണം വരെയുള്ള ഭാവങ്ങളുണ്ടല്ലോ. ജനിക്കുക, അത് കഴിഞ്ഞാൽ വളരുക, അത് കഴിഞ്ഞ് രൂപഭേദം വരിക, അത് കഴിഞ്ഞാൽ മെല്ലെ ശോഷിക്കുക, അത് കഴിഞ്ഞ് മരിക്കുക. അതാണ് വിസർഗാദ്യാജ ശ്മശാനാന്ത ഭാവാദേഹസ്യ നാത്മന. ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല, ഇതൊക്കെ ആ ശരീരത്തിനെ മാത്രം ഭാവിക്കുന്നതാണെന്നുള്ളത് ചന്ദ്രൻ്റെ കലകളെ നോക്കി പഠിച്ചു. ചന്ദ്രൻ്റെ കലയിൽ യഥാർത്ഥത്തിൽ പൂർണ്ണ ചന്ദ്രനാണ്. ആ ചിലപ്പോൾ അങ്ങനെ ശോഷിച്ച് വെളുത്ത വാവ് തൊട്ട് കറുത്തവാവ് വരെ നമ്മളേക്കും ശോഷിച്ച് അവസാനം കറുത്തവാവ് നമ്മളേക്കും ഒന്നും ഇല്ലാണ്ടായി തീരും. എന്നാലോ വീണ്ടും പ്രഥമ വരണ സമയത്ത് വീണ്ടും ചെറിയ കലയായിട്ട് വളർന്ന് അങ്ങനെ വരും ചെയ്യും. അതെല്ലാം ആ ഭാവങ്ങളെല്ലാം ശരീരത്തിന് മാത്രമാണ്, ആത്മാവിനില്ല എന്നുള്ളത് ചന്ദ്രനെ നോക്കി പഠിച്ചു. കാലേന ഹ്യോഘവേഗേന ഭൂതാനം പ്രവാപ്യയോ നിത്യാവപി ദൃശ്യേതേ ആത്മനോദ്യഥാർച്ചിഷാം. അതിൻ്റെ ഇടയിൽ അതിൽ കാലത്തിൻ്റെ ആ വെള്ളപ്പൊക്കന്മാരുള്ള അതിൻ്റെ ഇതിൽ ഇങ്ങനെ ആ വേഗതയിൽ എന്തുണ്ടാവണു, ഈ ശരീരാദികളുടെ ജന്മവും നാശമൊക്കെ ഇങ്ങനെ വന്നും പോയോ അങ്ങനെ ഇരിക്കും, ക്ഷണം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ യഥാർത്ഥത്തിൽ ഏതുമാതിരി ഈ അഗ്നിജ്വാലകൾ ഇങ്ങനെ കത്തിപ്പോകുമ്പോണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ തരികളിങ്ങനെ പോകുന്ന മാതിരിയല്ല. യഥാർത്ഥത്തിൽ അഗ്നിക്ക് നാശമൊന്നുമില്ല, അഗ്നിജ്വാലകളങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുമാതിരിയാണ് ആത്മാവിൻ്റെയും. ആത്മാവ് എപ്പോഴും നിത്യമാണ്, അതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ഉപാധികൾ മാത്രമേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുള്ളൂ എന്നുള്ളതും പഠിച്ചു എന്ന് പറയാണ്. പിന്നെയോ ഗുണൈർഗുണാനുവാദത്തെ യഥാകാലം വിമുഞ്ചതി നദേഷു യുജ്യതേ യോഗി ഗോപിർഗ ഇവ ഗോപതി. ആ താൻ സൃഷ്ടിച്ച ആ ഗുണങ്ങളെ കൊണ്ടുള്ള പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് അതിനെ യഥാകാലം അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ വേണ്ട സമയത്ത് അത് തന്നിൽ നിന്ന് വിടുത്താനും കഴിയും. അതുകൊണ്ട് ഒട്ടും ഒട്ടല് തനിക്കില്ല എന്നുള്ള ഒരു യോഗിക്ക് ഇല്ല എന്നുള്ളത് ആരെന്ന് പഠിച്ചു? ഗോപിർഗ ഇവ ഗോപതി, സൂര്യനിൽ നിന്ന് പഠിച്ചു എന്നാണ്. സൂര്യൻ്റെ രശ്മികൾ ഇതിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രശ്മികൾ ചിലപ്പോൾ പ്രപഞ്ചത്തിനെ മുഴുവൻ ചൂടാക്കിയിട്ട് അതിൽ നിന്ന് ജലം നീരാവിയായിട്ട് വന്നിട്ട് മേഘങ്ങളായിട്ട് തീരും. ആ മേഘങ്ങളെ കൊണ്ട് ഇത് ചെയ്യും, അത് വീണ്ടും വർഷിച്ച് ഭൂമിയിലേക്ക് തന്നെ കൊടുക്കും. സൂര്യന് തൻ്റെ ആ സാക്ഷിഭാവം കൊണ്ട് ഇതൊക്കെ നടക്കണമെന്നല്ലാണ്ട് സൂര്യന് ഇതിലൊന്നിലും ബന്ധമില്ല. ഇതിൽ ഇന്ന യുജ്യതേ യോഗി. അതുമാതിരി പ്രപഞ്ചത്തിൻ്റെ പ്രവൃത്തികളിലൊന്നിലും ആത്മാവിന് യാതൊരു ബന്ധമില്ല, സാക്ഷിയായിട്ട് നിൽക്കണേ ഉള്ളൂ എന്നുള്ളത് സൂര്യനിൽ നിന്ന് പഠിച്ചു. ബുദ്ധ്യതേ സ്വേന ഭേദേന വ്യക്രിസ്ത ഇവ തദ്ഗത ലക്ഷ്യതേ സ്ഥൂലമതിഭി ആത്മാചാവസ്ഥിതോർക്കവൽ. സൂര്യനിൽ നിന്ന് ഒന്നും കൂടി പഠിച്ചു. എന്താണ് ഈ ഒരേ ആൾ യഥാർത്ഥത്തിൽ പ്രത്യേകാത്മാവായിട്ട് ഓരോ വസ്തുക്കളിലും ആത്മാവ് വെവ്വേറെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് സ്ഥൂലമതിഭി, അതായത് ബുദ്ധി, അതിൽ സ്ഥൂലമായിട്ടുള്ള ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ കൂടിയിട്ട് യഥാർത്ഥത്തിൽ ആത്മാവ് ഒന്നേ ഉള്ളൂ, മറ്റതെല്ലാം പ്രതിഫലനങ്ങളാണെന്നുള്ളത് സൂര്യനിൽ നിന്ന് പഠിച്ചു. ഇതുമാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ ആകാശത്തിലുണ്ട്, ആ സൂര്യൻ്റെ പ്രതിബിംബങ്ങൾ പല ജലാശയങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നില്ലേ, അതുമാതിരിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഇതിൽ ആത്മസ്വരൂപത്തിലെ ഉപാധികളിൽ അങ്ങനെ പ്രതിബിംബിച്ച് കാണുകയുള്ളൂ. അത് യഥാർത്ഥത്തിൽ ആ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നുള്ളതും കൂടി സൂര്യനിൽ നിന്ന് പഠിച്ചു. നാദിസ്നേഹ പ്രസംഗോ വാ കർത്തവ്യ ക്വാപി കേനചിൽ കുർവൻ വിന്ദേത സന്താപം കപോത ഇവ ദീനധീ. ഇപ്പം നമ്മൾ പഞ്ചഭൂതങ്ങളും അതുമാതിരി സൂര്യനും ചന്ദ്രനും ഇങ്ങനെ 7 ഗുരുക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. ഇനി മാടപ്രാവാണ് അടുത്ത ഗുരു. എന്താണ്? നാദിസ്നേഹ പ്രസംഗോ വാ കർത്തവ്യ ക്വാപി കേനചിൽ കുർവൻ വിന്ദേത സന്താപം കപോത ഇവ ദീനധീ. ഏതെങ്കിലും നമ്മൾ ഒരാളിലോ അമിതമായിട്ടുള്ള അതിൽ ആസക്തിയോ പ്രേമോ സ്നേഹമോ ഉണ്ടായി കഴിഞ്ഞാണ്ടല്ലോ അത് ഏതുമാതിരി തീരും. അത് നമ്മുടെ തന്നെ നാശത്തിനായിട്ട് നാദിസ്നേഹ പ്രസംഗോ പ്രത്യേക സംഘോ അത് വേണ്ടതിന് ആവശ്യമായിട്ട് വന്നു വെച്ചാൽ വേണ്ടതിലും കൂടുതലായിട്ട് വന്നു വെച്ചാൽ എന്താ ഉണ്ടാവുക? അത് നമ്മുടെ തന്നെ നാശത്തിനായിട്ട് വരൂ എന്നുള്ളത് ഈ കപോതത്തിൽ നിന്ന് പഠിച്ചു, മാടപ്രാവിൽ നിന്ന് പഠിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ടൊരു മാടപ്രാവിൻ്റെ കഥ പറയുകയാണ്. കപോത കശ്ചന അരണ്യേ കൃതമീടോ വനസ്പതൗ കപോത്യാ ഭാര്യാ സാർദ്ധം ഉവാസകതിയിൽ സമാ. ഒരു മാടപ്രാവ്
തൻ്റെ പത്നിയോട് കൂടിയിട്ട് കാട്ടിൽ ഒരു മരത്തിൻ്റെ മുകളിൽ കൂടൊക്കെ കെട്ടിയിട്ട് അങ്ങനെ സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. കപോതൗ സ്നേഹഗുണിത ഹൃദയൗ ഗൃഹധർമ്മിണൗ ദൃഷ്ടിം ദൃഷ്ട്യാംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാബന്ധൂ. എങ്ങനെയാണ് ആ രണ്ട് ഇതിലെ മിഥുനങ്ങൾ അതിൽ പ്രേമത്തോടു കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ആ തങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്തുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും അങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടും അങ്ങനെ തങ്ങളെ ബന്ധിച്ചുകൊണ്ട് അങ്ങനെ ഇതിൽ സ്നേഹ ബന്ധത്തിലങ്ങനെ മുഴുകിയിട്ട് അങ്ങനെ കഴിഞ്ഞു. എങ്ങനെ ശയ്യാസനാടനസ്ഥാന വാർത്താ ക്രീഡാസനാധികം മിഥുനീഭൂയ വിശ്രഭൗ ചേരതു വനരാജിഷു. അവരൊന്നിച്ചിട്ടാണ് കാട്ടിലേക്ക് അങ്ങനെ പോവുക. എപ്പോഴും അങ്ങോട്ട് കൂടെ നോക്കിക്കൊണ്ടും ഓരോ സംഭാഷണം ചെയ്തതിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കുറുകിക്കൊണ്ടും അങ്ങനെ മാൻപാടപ്രാവിന് ആണിനെ തൃപ്തിയാക്കിക്കൊണ്ടും പെൺമാടപ്രാവ് അതിൻ്റെ സ്നേഹത്തിൻ്റെതായിട്ട് ഇങ്ങനെ ഇതില്ലേ ആൺമാടപ്രാവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുഴുകിക്കൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയോ യം യം വഞ്ചന്തി സാരാജൻ തർപ്പയന്ത്യനുകമ്പിത തം തം സമനയൽ കാമം കൃച്ഛ്രേണാപ്യജിരേന്ദ്രിയ. ആ പ്രേമം കാരണം തൻ്റെ പെൺപ്രാവിന് എന്തൊക്കെ വേണോ അതൊക്കെ പറയുമ്പോഴേക്കും മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴേക്കും കൊണ്ടേ കൊടുത്തുകൊണ്ട് അവളെ സന്തോഷിച്ചുകൊണ്ട് ഈ ആൺമാടപ്രാവ് അങ്ങനെ കഴിഞ്ഞു. ആജിരേന്ദ്രിയ ഇന്ദ്രിയങ്ങളെയൊക്കെ ത്യജിക്കാൻ കഴിയാതിൽ ജയിക്കാൻ കഴിയാണ്ട് അത് അവളിൽ അങ്ങനെ മുഴുകിക്കൊണ്ട് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്തോ കപോതീ പ്രഥമം ഗർഭം ഗൃഹതി കാല ആഗരേ അണ്ടാനി സുഷുവേ നീടേ സ്വപത്യു സന്നിധൗ സതി. അപ്പോഴേക്കും ആ പെൺമാടപ്രാവ് ഗർഭം ധരിച്ചു. ആ മുട്ടട്ടു ആ കൂട്ടിൽ ആ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ എന്നിട്ട് രണ്ടുപേരും കൂടി തേഷുകാലേ വ്യജായന്ത രചിത അവയവാഹരേ ശക്തിഭിർ ദുർവിഭാംവ്യാഭി കോമളാംഗതനൂരുഹ. ആ മെല്ലെ മെല്ലെ ആ മുട്ടകളൊക്കെ അവരിങ്ങനെ തോന്നില്ലേ അവിടെ ഇരുന്നുകൊണ്ട് രണ്ടുപേരും മാറി മാറി അവിടെ ഇരുന്നിട്ട് ആ മുട്ടകളൊക്കെ ഇങ്ങനെ വിരിയാൻ തുടങ്ങി. അതങ്ങനെ വന്നില്ലേ ശക്തി ദുർവ്യൂഹം അങ്ങനെ മനോഹരമായിട്ടുള്ള അവയവങ്ങളോട് കൂടിയുള്ള ചെറിയ ചെറിയ കിളിക്കുട്ടികൾ അങ്ങനെ വളരാൻ തുടങ്ങി. ആ മുട്ട പൊട്ടിയിട്ടേ അതിനെയൊക്കെ സ്നേഹത്തോടുകൂടി നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി അവര്. ആ പ്രജാപൂഷതുപ്രീതൗ ദമ്പതി പുത്രവത്സലൗ ശൃണ്വന്തോ പൂജിതം താസം നിർവൃതൗ കളഭാഷിതൈ. അവരങ്ങനെ വളർന്നു വരുമ്പോൾ അവരുടെ ശരീരം ഓരോന്നങ്ങനെ മെല്ലെ 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 പുഷ്ടി പ്രാപിച്ച് വരുന്നുണ്ട്. അതുമാതിരി ചെറിയ ശബ്ദങ്ങൾ അതിനെ ഇതില്ലേ കൂക്കുന്നുണ്ട്. ആ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ടും അതിലങ്ങനെ ലയിച്ചുകൊണ്ടും മുഴുകിക്കൊണ്ടും താസാം പദത്രൈസു സ്പർശൈ പൂജിതൈർ മുഗ്ധചേഷ്ടിതൈ പ്രത്യുഗമൈർ അധീനാനം പിതരൗ മുദമാപതോ. അവരിങ്ങനെ അവരാ സന്തോഷം ഇവരെ കാണുമ്പോഴേക്കും അച്ഛനമ്മമാരെ കാണുമ്പോഴേക്കും അവരെ സന്തോഷം കൊണ്ട് ഉണ്ടാക്കുള്ള കൂവലും ചെറുകതിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കും. ആ മനോഹരമായിട്ടുള്ള ചേഷ്ടകൾ കണ്ടുകൊണ്ടാവും അവർക്ക് അച്ഛനമ്മമാർക്ക് വലിയ സന്തോഷമായി. ഇങ്ങനെ സ്നേഹാനുബദ്ധ ഹൃദയാവന്യോന്യം വിഷ്ണുമായയാ വിമോഹിതൗ ദീനരിയൗ ശിശൂൻ പൂഷതു പ്രജാ. അങ്ങനെ അവരുടെ ആ സ്നേഹത്തിൽ അവരോടുള്ള സ്നേഹത്തിൽ അങ്ങനെ മുഴുകി ഒപ്പം തങ്ങൾ രണ്ടുപേരോടുമുള്ള സ്നേഹമുണ്ട്. അങ്ങനെയല്ല ഇതൊക്കെ എന്താണ് വിഷ്ണുമായയാ വിമോഹിതൗ. ആ ഭഗവാന്റെ മായയിൽ മുഴുകിയ പ്രേമമാകുന്ന സ്നേഹമാകുന്ന ആ കുടുംബസ്നേഹമാകുന്ന മായയിലാണ് മുഴുകിയിട്ട് ദീനതീയ ബുദ്ധിയൊക്കെ ഇല്ലാണ്ടായിട്ട് ആ തങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തി പൊടിപ്പിച്ച് അങ്ങനെ വളർന്നു വന്നു എന്ന് പറയുകയാണ്. ആലോചിച്ചത് ഇതിപ്പോൾ മാടപ്രാവിൻ്റെ കഥ പറഞ്ഞെന്താണ് നമ്മുടെ ഒരു കുടുംബയുടെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കഥയാണെന്ന് പറയുന്നത്. ഏകദാ ജഗ്മദുസ്താസം അന്നാർത്ഥം തൗ കുടുംബിനൗ പരിത കാരണേ തസ്മിൻ ആർത്ഥിനൗ ചേരദുശ്ചിരം. അങ്ങനെ ഒരു ദിവസം ഇവര് ഇതിൽ കുട്ടികൾ ദമ്പതികൾ ആൺപ്രാവും പെൺപ്രാവും കൂടിയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി കാട്ടിലിങ്ങനെ പല ദിക്കിൽ ചുറ്റി സഞ്ചരിച്ച് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഇവർക്ക് കൊണ്ടുവരേണ്ട അന്വേഷിച്ചുകൊണ്ട് ആ സമയത്ത് ദൃഷ്ട്വാ താം ലുബ്ധകശ്ചിൽ യദൃച്ഛാതോവനേചര ജഗൃഹേ ജാലമാതത്യ ചരതസ്വാലയന്തിയേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വേടൻ അങ്ങനെ വലിയ പക്ഷികളെയൊക്കെ വലവീശി പിടിക്കുന്ന വേടനാണ്. അപ്പം നോക്കും ഇപ്പോൾ പെട്ടെന്ന് തൻ്റെ അടുത്തുള്ള ഈ വൃക്ഷത്തിൽ ഒരു കൂട് കണ്ടു. അതിൽ പക്ഷിക്കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കി. കപോതശ്ച കപോതീച പ്രജാപോഷേ സദോത്സുകൗ ഗതൗ പോഷണമാദായ സ്വനീടമുപജഗ്മധൂ. ഇങ്ങനെ ഈ വേടൻ വന്നിട്ട് എന്ത് ചെയ്തു? ആ വൃക്ഷത്തിൻ്റെ അവിടെ വന്ന് വല വീശി ആ വല വീശിയിട്ട് ആ കുട്ടികളെയൊക്കെ ആ വലയിലേക്ക് അങ്ങോട്ട് വീഴ്ത്തും ചെയ്തു. എന്നിട്ട് വല വീശി പിടിച്ചു. ആ സമയത്താണ് കപോതശ്ച കപോതീച
ആ സമയത്താണോ രണ്ട് പ്രാവുകളുണ്ടല്ലോ അവരേതായാലും ഭക്ഷണമൊക്കെ ശേഖരിച്ചിട്ട് സദ ഉത്സുകവും ഗതവും പോഷണമാതായ സ്വനീടമുപജഗ്മതു. അപ്പോഴേക്കും ഈ രണ്ട് പ്രാവുകളുണ്ടല്ലോ വേഗം തങ്ങളുടെ കുട്ടികളെ കണ്ടിട്ടും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആ ഉത്സുക്യത്തോട് കൂടിയിട്ട് തിരിച്ച് അങ്ങോട്ട് കൂട്ടിലേക്ക് വരികയാണ്. കൂട്ടിൽ വന്നപ്പോഴോ കപോതീ സ്വാത്മജൻ വീക്ഷ്യ ബാലകാഞ്ചാലസംവൃതൻ താൻ അഭ്യതാവൽ ക്രോശന്തി ക്രോശതോ വൃഷദുഃഖിത. ആദ്യം പെൺപ്രാവാണ് വന്നത്. വേഗം തൻ്റെ കുട്ടികളൊക്കെ ആ വലയിൽ കുടുങ്ങി കിടക്കുന്നത് കെട്ട് കണ്ടപ്പോഴേക്കും അതിൻ്റെ അടുത്താണ് വേഗം ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ക്രോശന്തി വളരെയധികം വിഷമിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ആ വലയുടെ ചുറ്റും അങ്ങനെ ചുറ്റി തിരിയാൻ തുടങ്ങി. സാസകൾ സ്നേഹഗുണിത ദീനചിത്താജമായ സ്വയം ചാപദ്യദശിതാൻ പശ്യന്തി. ഇങ്ങനെ ആ ഭഗവാന്റെ മായയിൽ മുഴുകിയിട്ട് ആ സ്നേഹബദ്ധയായിട്ട് ആ കുട്ടികളെ തന്നെ ചിന്തിച്ചിട്ട് അയ്യോ ഈ കുട്ടികളില്ലെങ്കിൽ തനിക്ക് അനർത്ഥം വരുമല്ലോ എന്നുള്ള ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അത് തന്നെ ചെന്ന് അത് ആ വലയിൽ ചെന്ന് അങ്ങോട്ട് പെട്ടു. കബോധ ചാത്മജൻ ബദ്ധൻ ആത്മനോപ്യധികൻ പ്രിയൻ ഭാര്യാം ചാത്മസമാം ദീനോ വിലലാപാതി ദുഃഖിത. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ആൺപ്രാവ് വന്നത്. അത് വന്നപ്പോഴോ എന്താ കണ്ടത്, തൻ്റെ കുട്ടികളൊക്കെ വലയിലാണ്. തനിക്ക് അതിൽ തന്നേക്കാൾ ആത്മാവിനേക്കാൾ സ്നേഹമായിട്ടുള്ള പ്രാണപ്രിയമായിട്ടുള്ള തൻ്റെ പത്നിയും അതാ വലയിൽ പെട്ട് കഴിക്കണം എന്നിട്ടോ വളരെയധികം വിഷമത്തോടുകൂടി അങ്ങനെ കരയാൻ തുടങ്ങി. ആത്മദീയം വിലലാപാതി ദുഃഖിത അഹോമേ പശ്യതാപായം അല്പപുണ്യസ്യ ദുർമദേ അതൃപ്തസ്യാകൃതാർത്ഥസ്യ ഗൃഹസ്ഥൈർത്രൈവർഗിഹോ ഹതാ. നോക്കൂ എത്ര ഭാഗ്യവാനാണ് ഞാൻ. നോക്കൂ ആ ജീവിച്ചിട്ട് എനിക്കൊരു തൃപ്തി വന്നില്ല. അപ്പോഴേക്കും എന്താ ധർമ്മം അർത്ഥം കാമം ഇതൊക്കെ സമ്പാദിച്ചു തരുന്ന ഈ ഗൃഹം എന്നുള്ളത് എല്ലാം തകർന്നു. എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ഇതിൽ വലയിൽ പെട്ട് കഴിഞ്ഞില്ലേ എന്ന് ചിന്തിക്കുകയാണത്. അനുരൂപ അനുകൂലാച യസ്യമേ പതിദേവത ശൂന്യേ ഗൃഹേ മാം സന്ത്യജ്യ പുത്രൈ സ്വര്യാദി സാധുവീ സോഹം ശൂന്യേ ഗൃഹേ ദീനോ മൃതതാരോ മൃതപ്രജാ ജീവിഹേ കിമർത്ഥം വാ വിദുരോ ദുഃഖജീവിതാ. എനിക്കെല്ലാം കൊണ്ടും അനുരൂപിയും അനുകൂലിയും പതിവ്രതയായിട്ടുള്ള എൻ്റെ പത്നി നോക്കൂ, എന്നെ വിട്ടെടുതാ സാധുക്കളായുള്ള കുട്ടികളോടുകൂടി അവരൊക്കെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ആ നിലയിൽ ഞാൻ ദുഃഖിതനായിട്ട് ഈ പത്നിയും കുട്ടികളും മരിച്ചു നിൽക്കുക. എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുക, എങ്ങനെയാണ് ഞാൻ ദുഃഖിച്ചുകൊണ്ട് കഴിക്കുക, എനിക്കിനി ജീവിതത്തിൽ എന്താ ഉള്ളത്, ഈ ഗൃഹത്തിൽ ആരാ അന്യം ഇരിക്കല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെയധികം വിഷമിക്കാൻ തുടങ്ങി. എന്താണ് സോഹം ശൂന്യേ ഗൃഹേ ദീനോ മൃതതാരോ മൃതപ്രജ ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖ ജീവിത. എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മക്കളൊക്കെ പോയിട്ട് ഇങ്ങനെയില്ലേ ഇങ്ങനെ വിഷമിച്ചിട്ട് വിളിച്ചാൽ എന്താ എനിക്ക് കാര്യമുള്ളത്, ഇങ്ങനെ എൻ്റെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളതൊക്കെ പറഞ്ഞ് വളരെയധികം കരഞ്ഞ് വിഷമിച്ചുകൊണ്ട് താം തഥൈവ ആവൃതൻ ശിഗ്ഭിർ മൃത്യുഗ്രസ്തൻ വിയേഷ്ടത സ്വയം ച കൃപണശിക്ഷു പശ്യന്യപ്യബുധോവതൽ. അങ്ങനെ ഇതില്ലേ ആ വലയിൽ പെട്ട് കുടുങ്ങി കിടക്കണ തൻ്റെ കുട്ടികളെയും ഭാര്യയും കണ്ട് വിഷമിച്ചുകൊണ്ട് അവനും ആ വലയിൽ തന്നെ ചെന്നാൻ കണ്ട് ചാടി എന്ന് പറയുകയാണ്. ആ സ്വയം ച കൃപണശിക്ഷു പശ്യന്നപ്യബുധോവതൽ. അവനായിട്ട് ബുദ്ധിയില്ലാണ്ട് അതിൽ ചെന്ന് പാടി കാട്ടാളനോ തം ലബ്ധ്വാലുബ്ധക്രൂര കപോദം ഗൃഹമേദിനം കപോദകൻ കപോദിം ച സിദ്ധാർത്ഥ പ്രയോ ഗൃഹം. നോക്കൂ എന്താ ഉണ്ടായത്, ആദ്യം വല പിടിച്ചു ആ കുട്ടികൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ മാടപ്രാവിനെയും കിട്ടി, പെൺപ്രാവിനെയും കിട്ടി, ആൺപ്രാവിനെയും കിട്ടി. സന്തോഷമായി. സിദ്ധാർത്ഥ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ഏതായാലും നല്ല ഇതാണ് കിട്ടിയതെന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് ആ വേടൻ എന്ത് ചെയ്തു, അവൻ ആ ക്രൂരനായിട്ടുള്ള വേടൻ തൻ്റെ ഗൃഹത്തിലേക്കായിട്ട് പോവുകയും ചെയ്തു പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തേണ്ടായത്. ഏവം കുടുംബ്യശാന്താത്മാ ദ്വന്ദ്വാരാമ പതത്രിവൽ പുഷ്ണൻ കുടുംബം കൃപണ സ്വാനുബന്ധോവസീദതി. ഇതിൽ നിന്നൊരു സന്യാസി പാഠം പഠിക്കണമെന്നാണ്. എന്താണ് ഏവം കുടുംബി, അതായത് ഇങ്ങനെ ഗൃഹത്തിൽ മാത്രം മുഴുകിക്കൊണ്ട് അശാന്താത്മാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാണ്ട് മനസ്സിനെ നിയന്ത്രിക്കാണ്ട് ദ്വന്ദ്വാരാമ ഇതിൽ വെറും എങ്ങനെയാണ് ഗൃഹസ്ഥനായിട്ട് വിഷയവ്യാപൃതനായിട്ടുള്ള ഇതിൽ ദ്വന്ദ്വങ്ങളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവൻ പതത്രിവൽത ഈ മാടപ്രാവിനെ പോലെ പുഷ്ണൻ കുടുംബം ഈ ഗൃഹത്തിനെ ഭരിച്ചുകൊണ്ട് അതിലങ്ങനെ അതിനെ സന്തോഷിപ്പിക്കാനുള്ള ഓരോ പരിശ്രമത്തിൻ്റെ ഇടയിൽ കൃപണ ദീനനായിട്ട് ആ സാനുബന്ധ താനും നശിക്കും, തൻ്റെ ബന്ധുക്കളും നശിക്കും. അവസീതീ ആ കുടുംബത്തോടുകൂടി നശിച്ചു പോണു എന്നുള്ളത് അതാണ് സന്യാസി മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ പ്രാപ്യ മാനുഷം ദേഹം എന്നാണ്
ഇതില് ദേഹം എന്നാണ്, മനുഷ്യദേഹം ആ ദേഹമാണ്. യപ്രാപ്യ മാനുഷം ദേഹം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഖഗവൽ സക്ത തമാരൂഢച്യുതം വിദു. എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? യപ്രാപ്യ എങ്ങനെയോ അതുകൊണ്ട് അനവധി ജന്മങ്ങളുടെ ഭാഗം ഇതിൽ ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുക. ആ മാനുഷം ദേഹം മുക്തിദ്വാരമപാവൃതം. ഈ മനുഷ്യജന്മം കൊണ്ട് എന്താണ് ലഭിക്കുക? മുക്തിദ്വാരാണ്. മുക്തി ലഭിക്കാൻ അത് തുറന്നു തരാനുള്ള കഴിവുണ്ട് ഈ മനുഷ്യജന്മത്തിന്. അത് കിട്ടിയിട്ട് ഗൃഹേഷു അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാണ്ട് ഗൃഹേഷു ഖഗവൽ സക്ത ഈ പക്ഷിയെ മാതിരി വെറും ഗൃഹസ്ഥലെ മുഴുകി ഇരുന്ന് കഴിഞ്ഞാൽ അവനെ പറ്റി എന്താണ് പറയേണ്ടത്? തം ആരൂഢച്യുതം വിദു. ആരൂഢച്യുതം വിദു വളരെ രസമായിട്ടുള്ളൊരു വാക്കാണത്. അതെന്താണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലേ ഇപ്പോൾ അന്ത്യോളം വെള്ളം കോരിയിട്ട് അവസാനം കലോടക്കുക എന്ന് പറയില്ലേ, അതുമാതിരിയാണ്. അതായത് മെല്ലെ മെല്ലെ പൊത്തിപ്പിടിച്ച് തെങ്ങിൻ്റെ മുകളിൽ കയറുകയാണ്. പരിചയമില്ല, അപ്പോൾ ബുദ്ധിമുട്ടിച്ച് കയറി തെങ്ങിൻ്റെ മുകളിലെത്തി നാളികേരിടുന്നതിന് മുമ്പ് പെട്ടെന്ന് തളപ്പ് കൂട്ടിയിട്ട് താഴ്ത്തിക്കാണ് വീണില്ലേ, അതുമാതിരിയാണ് അനവധി ജന്മങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്ന ഈ മനുഷ്യജന്മം. അവിടെ അത്ര എത്തി, മനുഷ്യജന്മത്തിൽ വരെ എത്തി ഇവിടെ. എന്നിട്ട് അത് നമ്മൾ വിനിയോഗിച്ച് മോക്ഷത്തിന് പരിശ്രമിക്കാണ്ട് വീണ്ടും ഈ ലോകങ്ങളിൽ മുഴുകിയിരുന്നാൽ ഈ മാടപ്രാവിനെ പോലെ നശിച്ചു പോവുകയുള്ളൂ എന്നുള്ളത് അത് മനസ്സിലാക്കണം സന്യാസീന്ന്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ സപ്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.